അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ. ഫോൺ 04924 262 427. അലനല്ലൂർ പഞ്ചായത്ത് വിഭജിച്ച് എടത്തനാട്ടുകര പഞ്ചായത്ത് രൂപീകരിക്കണമെന്ന ആവശ്യം വീണ്ടും ഉയരുന്നു. 1963 രൂപീകരിച്ച പഞ്ചായത്ത് ജനസംഖ്യയിലും ഭൂവിസ്തൃതിയിലും ജില്ലയിൽ മുന്നിൽ നിൽക്കുന്നു. 1995 മുതൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിഭജിക്കുകയെന്ന ആശയം നിലനിൽക്കുന്നുണ്ട്. 1963 പാലക്കാട് ജില്ലയുടെ അറ്റത്ത് അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിന് രൂപം നൽകിയത്. 58.24 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് പഞ്ചായത്തിനുള്ളത്. നിലവിൽ 23 വാർഡുകളുള്ള പഞ്ചായത്ത് ജനസംഖ്യയിലും ഭൂവിസ്തൃതിയിലും ജില്ലയിൽ മുന്നിൽ നിൽക്കുന്നു. 1995 മുതൽ തുടങ്ങിയതാണ് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിഭജിച്ച് എടത്തനാട്ടുകര ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കണമെന്ന ആവശ്യം. എന്നാൽ പലവിധ കാരണങ്ങളാൽ പഞ്ചായത്ത് രൂപീകരണം നടന്നില്ല. വീണ്ടും ഈ ആവശ്യം മുൻനിർത്തി പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ചു. ഇത് സംബന്ധിച്ച് ജനകീയ മുന്നേറ്റം നടത്തുന്നത് കൂടിയാലോചിക്കുന്നതിന് മെയ് 5 വൈകിട്ട് വട്ടമണ്ണപ്പുറം ടർഫിൽ യോഗം ചേരാനും കൂട്ടായ്മ തീരുമാനിച്ചതായി അറിയുന്നു. വെള്ളിയാർപ്പുഴയെ അതിർത്തിയാക്കി പഞ്ചായത്ത് വിഭജിക്കണമെന്നാണ് നേരത്തെ തന്നെയുള്ള നിർദ്ദേശം. ഇങ്ങനെ വിഭജിക്കുകയാണെങ്കിൽ അലനല്ലൂരിന് 24 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും മലയോര പ്രദേശമടക്കം എടത്തനാട്ടുകരയ്ക്ക് 34.24 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും ഉണ്ടാകും. റവന്യൂ വില്ലേജ് ഓഫീസും എടത്തനാട്ടുകരയ്ക്കുണ്ട്. നിലവിൽ വെള്ളിയാർപ്പുഴയുടെ എതിർവശം അലനല്ലൂർ 3 എന്ന റവന്യൂ വില്ലേജ് എടത്തനാട്ടുകരയുടെ പരിധിയിലാണ്. കോട്ടപ്പള്ളയിൽ സ്ഥിതി ചെയ്യുന്ന ആരോഗ്യവകുപ്പിൻ്റെ സബ് സെൻറ്റർ PHC-യാക്കി ഉയർത്തിയാൽ ജനത്തിന് സർക്കാർ ആശുപത്രിയുടെ സേവനവും ലഭിക്കും. എടത്തനാട്ടുകര പഞ്ചായത്ത് നിലവിൽ വന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുമെന്നാണ് എടത്തനാട്ടുകരക്കാരുടെ വിലയിരുത്തൽ.